പാളയത്തിനപ്പുറത്തു കഷ്ടമേക്കും കാലം പാടുപെട്ട യേശുവിനെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേക്കും കാലം പാടുപെട്ട യേശുവിനെ നിന്ന ചുമക്കാം. നിൽക്കുന്നവരും ഇവിടെ പോർക്കളത്തിലത്ത് നാം നിൽക്കവേണ്ടപ്പോൾ പൊരുതു യാത്ര തുടരാം. നിൽക്കുന്നവരും ഇവിടെ പോർക്കളത്തിലത്ത് നാം നിൽക്കവേണ്ടപ്പോൾ പൊരുതു യാത്ര തുടരാം. വേഗം യാത്ര തുടരാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 53-ാം സങ്കീർത്തനം 4-ാം വാക്യം. നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു, ദൈവത്തോടവർ പ്രാർത്ഥിക്കുന്നില്ല. പാപം ചെയ്യുന്നവർ തങ്ങളുടെ പ്രവൃത്തിയുടെ ഗൗരവം തിരിച്ചറിയുന്നില്ല. അവർ ദൈവജനത്തെ പീഡിപ്പിക്കുകയും ദൈവത്തെ അന്വേഷിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നു. പാപം ആത്മീയ വിവേകം നഷ്ടപ്പെടുത്തുന്നു. ദൈവഭയമില്ലാത്തപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള മനസ്സ് മങ്ങിപ്പോകും. പാപം ആവർത്തിക്കുമ്പോൾ മനഃശാസി കഠിനമാകുന്നു. ദൈവജനത്തോടുള്ള അനീതി ദൈവം കാണുന്നു. ദൈവജനത്തെ പീഡിപ്പിക്കുന്നത് ദൈവം അവഗണിക്കുന്നില്ല. ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേൾക്കുകയും സമയത്ത് നീതി നടത്തുകയും ചെയ്യും. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ദൈവത്തിൽ നിന്ന് അകന്ന ജീവിതമാണ്. ദൈവത്തെ ആശ്രയിക്കാതെ ജീവിക്കുന്നത് ആത്മീയ ശൂന്യതയിലേക്ക് നയിക്കും. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ മറന്നു ജീവിക്കുന്ന ജീവിതം ഒടുവിൽ നാശത്തിലേക്ക് നയിക്കും. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുകയും അവനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ കൃപയും സംരക്ഷണവും നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ദൈവാശ്രയത്തിലും രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവെ, ആത്മീയ വിവേകം ഞങ്ങൾക്ക് തന്ന് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.